നിശബ്ദമായിരുന്ന ആ ഹിമാലയൻ മഞ്ഞുമലകളിൽ 2026 തുടക്കത്തിൽ നടന്നത് വെറുമൊരു സൈനിക നീക്കമല്ലായിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ ഡിജിറ്റൽ യുദ്ധമായിരുന്നു അത്. അത്യാധുനിക ആയുധങ്ങളുമായി ചൈനീസ് സൈന്യം അരുണാചലിലെ തവാങ്ങിലേക്ക് അതിക്രമിച്ചു കയറാൻ പ്ലാനിട്ടു. ശത്രു ഒരു ചുവട് വെക്കുന്നതിന് മുമ്പേ അവർ പോലും അറിയാതെ ഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിൽ ചുവന്ന ലൈറ്റുകൾ തെളിഞ്ഞു. എങ്ങനെ? എവിടെ നിന്നും? ചൈനീസ് സൈന്യത്തിന്റെ ഓരോ ശ്വാസോച്ഛ്വാസം പോലും ഒപ്പിയെടുക്കുന്ന ഭാരതത്തിന്റെ ഡിജിറ്റൽ ബുദ്ധി അവിടെ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. ശത്രുവിനെ തോക്കെടുക്കാതെ തന്നെ തോൽപ്പിച്ച ഭാരതത്തിന്റെ ഈ അപ്രതീക്ഷിത വിജയത്തിന് പിന്നിൽ ഒരു മനുഷ്യന്റെ ദീർഘവീക്ഷണമുണ്ട്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഭാരതം എങ്ങനെയാണ് ചൈനയെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തിയത്? ലഫ്റ്റനന്റ് ജനറൽ ദിനേശ് സിംഗ് റാണ വെളിപ്പെടുത്തിയ ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ എന്തൊക്കെയാണ്? പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് യുദ്ധം ജയിക്കുന്നത് ആയുധം കൊണ്ടാണെന്ന്. എന്നാൽ ഇന്ന് മോദി സർക്കാർ അത് തിരുത്തി എഴുതിയിരിക്കുന്നു. ആത്മനിർഭർ ഭാരത് എന്നത് വെറും ഒരു മുദ്രാവാക്യമല്ലെന്ന ഈ സംഭവം തെളിയിക്കുന്നു. 1962 നമുക്ക് സംഭവിച്ച പിഴവുകൾ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിൽ എറിഞ്ഞ് ഇന്ത്യ ഒരു ടെക്നോളജി സൂപ്പർ പവറാക്കി മാറ്റാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ നിശബ്ദ വിപ്ലവമാണ് ഇന്ന് അതിർത്തിയിൽ നമ്മൾ കാണുന്നത്. ജനറൽ ദിനേശ് സിംഗ് റാണ വെളിപ്പെടുത്തിയത് കേട്ട് ലോകം എന്തായാലും ഞെട്ടിയിരിക്കുകയാണ്. ചൈനീസ് സൈന്യത്തിന്റെ ബീറ്റ്സ് ക്രീഗ് മോഡൽ നീക്കം, അതായത് മിന്നൽ വേഗത്തിൽ അതിർത്തി പിടിച്ചെടുക്കാനുള്ള അവരുടെ തന്ത്രം ഇന്ത്യയുടെ തദ്ദേശീയമായി വികസിപ്പിച്ച AI ടൂളുകൾ നേരത്തെ തന്നെ പ്രവചിച്ചു. ശത്രു അതിർത്തിക്ക് 1 കിലോമീറ്റർ അപ്പുറം ഒരു ടെന്റ് അടിച്ചാൽ പോലും നമ്മുടെ ഉപഗ്രഹങ്ങൾ നൽകുന്ന ഡാറ്റ വിശകലനം ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ മോദി സർക്കാർ സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകി. എന്താണ് ഈ AI മാജിക്? ചൈന കരുതുന്നത് അവർക്ക് മാത്രമേ സാങ്കേതിക വിദ്യ അറിയാവൂ എന്നാണ്. എന്നാൽ ഇന്ത്യയുടെ ഡിജിറ്റൽ ചാണക്യൻ അതിനേക്കാൾ ബഹുദൂരം മുന്നിലാണ്. നമ്മുടെ അതിർത്തികളിൽ വിന്യസിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് സെൻസറുകൾ, ഡ്രോണുകൾ, ഉപഗ്രഹങ്ങൾ എന്നിവയിൽ നിന്നുള്ള വിവരങ്ങൾ മനുഷ്യർക്ക് വിശകലനം ചെയ്യാൻ ദിവസങ്ങൾ എടുത്തേക്കാം. എന്നാൽ ഭാരതം വികസിപ്പിച്ചെടുത്ത 7 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇത് ചെയ്യുന്നു. ചൈനീസ് സൈനികരുടെ ഭക്ഷണത്തിന്റെ അളവ് കൂടുന്നുണ്ടോ? അതിർത്തിയിലേക്ക് ഇന്ധന ടാങ്കറുകളുടെ നീക്കം വർദ്ധിച്ചോ? അവരുടെ വീഡിയോ സിഗ്നലുകളിൽ പെട്ടെന്ന് മാറ്റം വന്നോ? ഇത്തരത്തിലുള്ള അതിസൂക്ഷ്മമായ കാര്യങ്ങൾ നിരീക്ഷിച്ച് ചൈന ആക്രമിക്കാൻ പോകുന്നത് കൃത്യം ഏത് പോയിന്റിലാണെന്നും ഏത് സമയത്താണെന്നും നമ്മുടെ സൈന്യത്തിന് കൃത്യമായി വിവരം ലഭിച്ചു. ചൈനീസ് സൈന്യം പർവ്വത നിരകൾ കയറി വരുമ്പോൾ അവർ കാണുന്നത് തോക്കുകളുമായി റെഡിയായി നിൽക്കുന്ന ഇന്ത്യൻ ജവാന്മാരെയാണ്. ഒരു വെടിയുണ്ട പോലും ഉതിർക്കാതെ ചൈനയ്ക്ക് പിന്തിരിഞ്ഞോടേണ്ടി വന്നു. ഈ ഓപ്പറേഷനിൽ ഭാരതത്തിന് ഒരു സൈനികനെ പോലും നഷ്ടമായില്ല എന്നതാണ് ഏറ്റവും വലിയ വിജയം. ഇന്ന് ലോക രാജ്യങ്ങൾ ഭാരതത്തെ നോക്കി അമ്പരക്കുകയാണ്. അമേരിക്കയും റഷ്യയും ചൈനയും ഒക്കെ കോടികൾ ചിലവാക്കി പരീക്ഷിക്കുന്ന കാര്യങ്ങൾ കുറഞ്ഞ ചെലവിൽ അതിനേക്കാൾ കൃത്യതയോടെ ഭാരതം നടപ്പിലാക്കുന്നു. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സൈനിക മേഖലയിൽ കൊണ്ടുവന്ന ഇന്റലിജൻസ് വാർഫെയർ ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. നമ്മളൊരു ആക്രമണകാരിയല്ല, പക്ഷെ നമ്മുടെ മണ്ണിലേക്ക് കൈനീട്ടുന്നവരെ വിരലുകൾ ഡിജിറ്റലായി തന്നെ അറിഞ്ഞു വീഴ്ത്താൻ ഭാരതത്തിന് ഇന്ന് കരുത്തുണ്ട്. ലഫ്റ്റനന്റ് ജനറൽ റാണ പറഞ്ഞതുപോലെ ഇന്ത്യ എന്നൊരു ഉത്തരവാദിത്തമുള്ള ശക്തിയാണ്. നമ്മൾ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് സമാധാനത്തിനാണ്. എന്നാൽ ആ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ഭാരതം നൽകുന്ന മറുപടി ഭീകരമായിരിക്കും.